ഓട്നി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിന്റെ മനോഹരമായ കാഴ്ചകൾ അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കാനായിട്ട് റോണയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. കാരണം റോണ ഇവിടെ വന്നിരിക്കുന്നത് തൻ്റെ അമിതമായ മദ്യപാനത്തിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് തൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഓട്നി എന്ന ഈ ഐലൻഡിലേക്ക് റോണ തിരിച്ചു വന്നിരിക്കുന്നത്. ഓട്നിയിലെ ഈ ശാന്തമായ കടലോരത്ത് ഇരിക്കുന്നതിന് മുമ്പ് ലണ്ടനിലെ പാർട്ടികളിലും പബ്ബുകളിലും കുടിച്ച് കൂത്താടി നടന്ന് സ്വന്തം ജീവിതത്തിന് യാതൊരു കൺട്രോളും ഇല്ലാതെ ആസ്വദിച്ച് നടന്നിരുന്ന ഒരു ലൈഫായിരുന്നു റോണയ്ക്ക് ഉണ്ടായിരുന്നത്. തൻ്റെ അമിതമായ മദ്യപാനം കാരണം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ റോണ നഷ്ടപ്പെടുത്തുന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം ബോയ് ഫ്രണ്ടിനെ പോലും അവളുടെ ഈ അമിതമായ മദ്യപാനം കാരണം റോണയ്ക്ക് നഷ്ടമാവുകയാണ്. ആ നഷ്ടമാണ് റോണയെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. തനിക്ക് ഈ മദ്യപാനത്തിൽ നിന്നും രക്ഷപ്പെടണം, പുതിയൊരു ജീവിതം തനിക്ക് നേടിയെടുക്കാൻ പറ്റണമെന്ന ചിന്ത റോണയിലേക്ക് കൊണ്ടുവരുന്നത് തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബ്രേക്കപ്പാണ്. കാരണം അത് അത്രമേൽ ഒരു വ്യക്തിയെ പിടിച്ചു കുലുക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന് അവൾ ചൂസ് ചെയ്യുന്നത് സ്വന്തം നാടായിട്ടുള്ള ഓട്നി എന്ന് പറയുന്ന ഈ ഐലൻഡാണ്. അവിടെ അവളുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. അവളുടെ അച്ഛൻ്റെ ഫാം ഹൗസിലാണ് നിൽക്കുന്നത്. അവിടെ ഷീപ്പുകളുണ്ട്, ചെമ്മരിയാടുകളുണ്ട്. അവരെ മേയ്ക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഇവളുടെ ഡ്യൂട്ടീസ്. പക്ഷെ ഇവിടെ അവൾക്ക് സംസാരിക്കാനായിട്ടോ അവളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടോ ഒരു വ്യക്തികളും ഇല്ല. ലണ്ടനിലെ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്ന സ്വന്തം കൂട്ടുകാരുടെ കൂടെ ചിരിച്ചുല്ലസിച്ചിരുന്ന ആ ഒരു റോണയല്ല നമ്മൾ ഈ ഓട്നിയിലെ ഐലൻഡിൽ കാണുന്നത്. ആരും മിണ്ടാനില്ല. കാരണം ആ സ്ഥലത്തുള്ളത് പ്രായമായ കുറച്ച് ആളുകളാണ്. ടൗണിൽ വെച്ച് കാണുന്ന ഒരു പയ്യനോട് അവൾ മിണ്ടാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ ആർക്കും അത് താല്പര്യമില്ല എന്ന് തോന്നുന്നു. പിന്നീട് റോണയ്ക്ക് സംസാരിക്കാനും സ്വന്തം കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ളത് ഈ കടലിനോട് മാത്രമാണ്. അതുകൊണ്ട് അവൾ മൗനമായിട്ട് കടലിലേക്ക് നോക്കിയിരിക്കുന്നതാണ് നമ്മൾ കൂടുതൽ സമയം ഈ സിനിമയിൽ കാണുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് തൻ്റെ മദ്യപാനത്തിനെതിരെ പോരാടുന്നതായിട്ടാണ് സിനിമ കാണിക്കുന്നത്. അതൊരാൾക്കും എളുപ്പമല്ല. അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നത്, അതായത് റോണ മദ്യപാനം പൂർണ്ണമായി മാറ്റിവെച്ച് കുറേ നാളുകൾക്ക് ശേഷം താൻ ഓക്കെയാണ്, താൻ ഇനി മദ്യപാനത്തിലേക്ക് പോവില്ല എന്നൊക്കെ ഒരു ചിന്ത അവൾക്ക് വരുമ്പോൾ അവൾ തിരിച്ച് ലണ്ടനിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ലണ്ടനിലേക്ക് പോകാനായിട്ട് ഈ കപ്പലിൽ കയറിയിരിക്കുമ്പോൾ ഈ കപ്പലിനകത്ത് നിറച്ച ആളുകളെ കാണുമ്പോൾ, അവർ മദ്യപിക്കുന്നത് കാണുമ്പോൾ റോണയ്ക്ക് മനസ്സിലാവുന്നത് തൻ്റെ ഉള്ളിൽ ആ മദ്യപിക്കാനായിട്ടുള്ള ആ അർജ് അത് പോയിട്ടില്ല. അത് തന്നെ വീണ്ടും കെണിയിലേക്ക് വലിച്ചിടാൻ പോവുകയാണെന്ന് മനസ്സിലാകുമ്പോൾ അവൾ ആ യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ആ ഷിപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തിരിച്ച് ഓട്നിയിലേക്ക് അവൾ എത്തുകയാണ്. അങ്ങനെ ഓട്നിയെ കുറിച്ച് അവൾ കുറച്ച് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അവൾ ഓട്നിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു എസ്കേപ്പ് പോലെ ആയിരിക്കാം റോണ ഓട്നിയെ കാണുന്നത്. റോണ പറയുന്നത് ഓട്നിയിൽ ഇരിക്കുമ്പോൾ ഈ മണ്ണിനടിയിൽ നിന്ന് നിങ്ങൾക്കൊരു വൈബ്രേഷൻ അനുഭവപ്പെടാൻ പറ്റുമെന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓട്നി ദ്വീപുകളുടെ അടിയിൽ ചെറിയ ചെറിയ ഗുഹകളുണ്ട്. ആ ഓരോ ഗുഹകളിലേക്കും തിരകൾ വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണെന്നാണ് റോണ പറയുന്നത്. മദ്യപാനം എന്ന ടെൻഡൻസി എല്ലാവർക്കും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അതാണ് ഈ സിനിമയും പറയുന്നത്. നിങ്ങൾക്ക് ചേഞ്ച് ആവാം, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. ആൻഡ് പൂർണ്ണമായും ചേഞ്ച് ആവണമെന്നില്ല. സോർഷ റോണനാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ പ്രകടനം മികച്ചതാണ്. കാരണം സിനിമയുടെ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാനൊന്ന് ഫിറ്റായി പോയ പോലെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. സിനിമ വളരെ ഫാസ്റ്റ് പേസ് ആയിട്ട് പോകുന്ന ഒരു സാധനമല്ല. വളരെ എസ്തെറ്റിക് ആണ്, വളരെ കാമാണ്, കൂളായിട്ട് പോകുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആണെന്ന് ഞാൻ പറയില്ല. കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സിനിമയുടെ പേര് ഔട്ട്റൺ എന്നാണ്. 2024 ഇറങ്ങിയത്.